വടകരയിൽ മിന്നുന്ന വിജയം കൈവരിച്ച ഷാഫി പറമ്പലിന്റെ മണ്ഡലത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനായി ആര് രംഗത്തെത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയായതിനാൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആരാണ് ആ സർപ്രൈസ് സ്ഥാനാർത്ഥി? പരിശോധിക്കാൻ വിശദവിവരങ്ങൾ. നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത്. എന്നാൽ വിചാരിച്ചതുപോലെ വിജയിക്കാനോ ഒരു മുന്നേറ്റമുണ്ടാക്കുവാനോ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിക്ക് പിന്നാലെ പാർട്ടി നേതൃത്വം പോലും പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യവുമുണ്ടായി. പിണറായി വിജയനെതിരെ പോലും ചോദ്യമുയരുന്നൊരു സാഹചര്യം ഈ തോൽവിക്ക് പിന്നാലെ നമ്മൾ കണ്ടതാണ്. പാലക്കാടിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകൻ എം.വി. നികേഷ് കുമാറിനെ CPM പരിഗണിച്ചേക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമാവുകയാണ്. സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് നികേഷ്. തന്റെ മുന്നോട്ടുള്ള യാത്ര CPMനൊപ്പമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താരപരിവേഷമുള്ള നികേഷിനെ പാലക്കാട് നിന്ന് മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പാർട്ടിയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ മുൻ MP NN കൃഷ്ണദാസ് മുതൽ CPM യുവ നേതാവ് നിതിൻ കണിച്ചേരിയുടെ പേരുകൾ വരെ CPMൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നത് പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നാണ് ചർച്ചയിൽ പറയുന്നത്. 2016 കണ്ണൂർ ജില്ലയിൽ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ മത്സരിച്ചിരുന്നു. അന്ന് 2462 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായ KM ഷാജിയോട് നികേഷ് പരാജയപ്പെട്ടത്. ഇതിനുശേഷം വീണ്ടും തിരിച്ച് മാധ്യമപ്രവർത്തനത്തിലേക്ക് മടങ്ങിയെങ്കിലും നികേഷ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ്. അതേസമയം നികേഷ് കുമാറിനെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി മത്സരം കടുപ്പിക്കാൻ CPM ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. BJP 2ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഇവിടെ CPM പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ 2ാം സ്ഥാനത്തേക്ക് BJP എത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം 3ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ട CPM കോൺഗ്രസിനെ ജയിപ്പിക്കാൻ, അതായത് BJP ഒരിക്കലും വിജയിക്കാതിരിക്കാൻ വേണ്ടി CPM വോട്ടുകളടക്കം കോൺഗ്രസിലേക്ക് ഒഴുകാറുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പലിന് ഇത്തരത്തിൽ CPMന്റെ വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നുവെന്ന് അവിടുത്തെ CPM നേതാക്കളും CPM അണികളും തന്നെ പറയുന്നുണ്ട്. ഇത്തവണ കരുത്തനായ ഒരു നേതാവിനെ CPM പരിഗണിക്കുകയാണെങ്കിൽ BJP വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുമെന്നും BJPയുടെ വിജയത്തിന് തന്നെ ഇത് കാരണമാകുമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ഒരു ബാധ്യത CPMന് പാലക്കാട് ഇല്ലെന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. അതേസമയം ആരെയൊക്കെ മത്സരിപ്പിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത്. കോൺഗ്രസിനായി ഇത്തവണ സ്ഥാനാർത്ഥിയാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും സ്ഥാനാർത്ഥിത്വ നിലയിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ലോക്സഭാ കണക്കുകളാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം. ഇത്തവണ വിജയിച്ച, അല്ലെങ്കിൽ ഈ ലോക്സഭയിൽ വിജയിച്ച കണക്കുകൾ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം 9707 വോട്ടിൻ്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFനുണ്ടായിരുന്നു. ഏതായാലും മണ്ഡലം വിട്ടുകളയാൻ UDF ഒരിക്കലും തയ്യാറാവുകയില്ല. മണ്ഡലം ഏത് വിധേനയും കൈയടക്കാൻ LDF ശ്രമിക്കുന്നുമുണ്ട്. 2ാം സ്ഥാനത്തുള്ള BJP തങ്ങളുടെ കരുത്ത് കുറെ കൂടി തെളിയിക്കാനുള്ള ഒരവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യും. തൃശ്ശൂരിൽ നേടിയ വിജയം പാലക്കാടേക്കും ആവർത്തിക്കാനായി മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാകും പാലക്കാടേക്ക് BJP എത്തിക്കുക എന്നതും തീർച്ചയായ ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഉൾപ്പെടെയുള്ള പേരുകളാണ് മുഴങ്ങിക്കേൾക്കുന്നത്. പാലക്കാട് നികേഷിനെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചാൽ അതൊരു സുപ്രധാനമായ തീരുമാനമാകുമെന്നതും തീർച്ചയാണ്. കാരണം മത്സരം അത്രത്തോളം കടുക്കും.